പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. നിങ്ങൾക്കറിയാവുന്ന ടോപ്പിക്കാണ്. സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. സോഴ്സ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അടുത്ത നമ്മുടെ ടോപ്പിക്ക് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങളെ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ്. എന്തൊക്കെ സോഴ്സാണ് ബിസിനസ് ഫിനാൻസ്? നമ്മൾക്കറിയാം, ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ഓർഗനൈസേഷൻ. അപ്പോൾ അങ്ങനെ ഫിനാൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് സോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് broadly classified into two categories, that is short term sources and long term sources. അപ്പോൾ entire source of business finance broadly classified into two categories, short term sources and long term sources. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. ആദ്യം ഷോർട്ട് ടേം സോഴ്സസ്. ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ഷോർട്ട് ടേം ഫിനാൻസ് മീൻസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഫോർ എ പീരീഡ് ഓഫ് 1 year ഓർ ലെസ് ദാൻ 1 year. ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു വർഷം ഉള്ള പീരീഡിലേക്കുള്ള ഫണ്ടിനെയാണ് ഷോർട്ട് ടേം ഫിനാൻസ് എന്ന് പറയുന്നത്. ദ ടേം മീൻസ് അവൈലബിലിറ്റി ഓഫ് ഫണ്ട് ഫോർ എ പീരീഡ് ഓഫ് 1 year. ഈ ഫണ്ടിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഫണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലഭ്യത എന്ന് പറയുന്നത് ഒരു വർഷമായിരിക്കും അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കുറവായിരിക്കും. അത്തരം ഫണ്ട് സോഴ്സസിനെയാണ് ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫണ്ടിന്റെ അവൈലബിലിറ്റിയും ആ ഫണ്ടിന്റെ യൂസേജും അനുസരിച്ചാണ് നമ്മൾ ഫണ്ടിനെ ഷോർട്ട് ടേം സോഴ്സസ് എന്നും ലോങ് ടേം സോഴ്സസ് എന്നും ഡിഫറൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഒരു വർഷമോ അല്ലെങ്കിൽ അതിൽ കുറവോ ആണ് ആ ഫണ്ടിന്റെ യൂസേജ് അല്ലെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി എങ്കിൽ അത്തരം ഫണ്ടുകളെയാണ് ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. A company needs a short-term finance on a regular basis to purchase a raw material, pay wages, salaries, and maintain smooth production cycle. If a company fails to maintain sufficient amount of short-term finance, its entire production process may get hampered. അതായത് ഷോർട്ട് ടേം ഫിനാൻസ് വളരെ പ്രാധാന്യമുള്ള ഒരു ഫിനാൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻസിന് എന്താണ് ഇത്ര പ്രാധാന്യം? നമുക്കറിയാം, നമ്മൾ ഓർഗനൈസേഷനിൽ ഫിക്സഡ് ക്യാപിറ്റലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഷോർട്ട് ടേം ഫിനാൻസിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരു ഓർഗനൈസേഷന്റെ ഈ പറഞ്ഞ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് കൊണ്ടാണ്. അപ്പോൾ ഇത് റെഗുലർ ബേസിസിൽ നമ്മൾക്ക് ഇപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഷോർട്ട് ടേം ഫിനാൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വേജസ്, സാലറി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊഡക്ഷൻ സൈക്കിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് അതൊക്കെ നടക്കുന്നത് ഷോർട്ട് ടേം ഫിനാൻസ് ഉണ്ടായതുകൊണ്ടാണ്. Okay, if a company fails to maintain sufficient amount of short-term finance, its entire production process may be hampered. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ഷോർട്ട് ടേം ഫിനാൻസിൻ്റെ അതിൻ്റെ സഫീഷ്യൻ്റ് എമൗണ്ട് ഇല്ലെങ്കിൽ ആ എൻ്റയർ ഓർഗനൈസേഷനെ തന്നെ അത് ബാധിക്കുകയും ആ ഓർഗനൈസേഷൻ ഷട്ട് ഡൗണിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫിനാൻസ് ആണ് അല്ലെങ്കിൽ സോഴ്സസ് ആണ് ഷോർട്ട് ടേം സോഴ്സസ് എന്ന് പറയുന്നത്. Thus, the organization requires short-term finance to ensure smoothness and efficiency its day-to-day activities and operation. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് വളരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ദർ ഇസ് എ നീഡ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. അവിടെ എന്ത് വേണം? ഷോർട്ട് ടേം ഫിനാൻസ് നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. The basic purpose of short-term finance to meet the working capital requirement of the company. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഷോർട്ട് ടേം ഫിനാൻസിന്റെ ബേസിക് എന്ന് പറയുന്നത് ബേസിക് പേർപ്പസ് എന്ന് പറയുന്നത് ടു മീറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിന് ആവശ്യമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ വളരെ ബേസിക് ആയ ഫംഗ്ഷൻ അല്ലെങ്കിൽ ബേസിക് ആയ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ലഭ്യത ഇല്ലെങ്കിൽ എൻ്റയർ ഓർഗനൈസേഷൻ ആ പ്രോസസ് വിൽ ബി ഷട്ട് ഡൗൺ ആവും ചെയ്യും. ഓക്കെ, ദെൻ സോഴ്സസ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. ഷോർട്ട് ടേം ഫിനാൻസ് ഒരുപാട് സോഴ്സസുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോൾ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് broadly classified into 3 categories, that is spontaneous finance, bank credit, other sources. Spontaneous
ആയിട്ടുള്ള 3 തരത്തിലുള്ള ഫിനാൻസ് ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് സോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ബാങ്ക് ലോൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഷോർട്ട് ടേം ഫിനാൻസ് ആണ്. അതേപോലെ തന്നെ അതർ സോഴ്സസ്, ഇത് രണ്ടിലും പെടാത്ത ഒരുപാട് സോഴ്സസുകളുണ്ട് ഷോർട്ട് ടേം ഫിനാൻസിന്റെ. അതിൽ അഡ്വാൻസ് ഫ്രം കസ്റ്റമേഴ്സ്, ഫാക്ടറിങ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്, ഇതൊക്കെയാണ് അതർ സോഴ്സസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത് ട്രേഡ് ക്രെഡിറ്റ്, ആക്വേർഡ് എക്സ്പെൻസ്, ഡെഫേർഡ് ഇൻകം. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നും വിശദമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ട്രേഡ് ക്രെഡിറ്റ്. സ്പോണ്ടേനിയസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ആ ഒരു വാക്കിൽ തന്നെയുണ്ട്, ട്രേഡ് ക്രെഡിറ്റ്. നോക്കാം. ദ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഇൻ ദ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ ഒരുപാട് തരത്തിലുള്ള ഗുഡ്സ് വാങ്ങുന്നുണ്ട്, റോ മെറ്റീരിയൽ ആവട്ടെ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അതാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്, അതാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ സെയിൽസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ആവശ്യമായ ഗുഡ്സ് ഒക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് സപ്ലയർ ആണ്. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ അവർ നമുക്ക് ക്രെഡിറ്റിലാണ് സപ്ലൈ ചെയ്യുന്നത്, അതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ ദ സപ്ലയർ. അങ്ങനെ സപ്ലയർ നമുക്ക് ക്രെഡിറ്റ് നൽകുകയാണെങ്കിൽ അതിനെയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്ന ഒരു സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ് ആണ്. Generally, supplier grant a credit for a period of 3 to 6 months and thus provide short-term fund to finance current asset. നമ്മുടെ കറണ്ട് അസറ്റ് റിക്വയർമെന്റിന് വേണ്ടി, കറണ്ട് അസറ്റ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സപ്ലയർ നമ്മൾക്ക് 3-6 മാസത്തിന് കാലാവധി വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് നൽകുകയാണെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം അല്ലെങ്കിൽ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫണ്ട് ടു ഫിനാൻസ് കറണ്ട് അസറ്റ് ഈസ് കോൾഡ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. The availability of trade credit depends upon the various factors such as nature of size of firm, policy of supplier, prevailing economic condition, status of the firm, etc. അപ്പോൾ ഒരു ട്രേഡ് ക്രെഡിറ്റ് ഓരോ ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞ ട്രേഡ് അവൈലബിലിറ്റി ഓഫ് ട്രേഡ് ക്രെഡിറ്റ് എന്നത് ഡിഫറൻ്റ് ആയിരിക്കും. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്ന അത്ര ട്രേഡ് ക്രെഡിറ്റ് മറ്റൊരു ഓർഗനൈസേഷന് ലഭിക്കണമെന്നില്ല. അപ്പോൾ സോ മെനി ഫാക്ടേഴ്സ് ആർ എഫക്റ്റിംഗ് ദിസ് എമൗണ്ട്. ഈ എമൗണ്ടുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് നാച്ചുറും സൈസും, ബിസിനസിന്റെ സൈസ്, അതുപോലെ തന്നെ ബിസിനസിന്റെ നാച്ചുർ സ്വഭാവം, ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സപ്ലയറുടെ പോളിസി, ചില സപ്ലയർ ഒരുപാട് ട്രേഡ് ക്രെഡിറ്റ് കൊടുക്കും, ചിലവരത് കൊടുക്കില്ല. അപ്പോൾ അവരുടെ പോളിസിയും ഇതിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കണോമിക് കണ്ടീഷൻ ഇതിനെ ബാധിക്കാറുണ്ട്. ഇക്കണോമിക് കണ്ടീഷൻ, ബൂം, റിസഷൻ, ഈ പറയുന്ന ഇക്കണോമിക് കണ്ടീഷനിലൊക്കെ ഇത്തരത്തിലുള്ള ട്രേഡ് ക്രെഡിറ്റിനെ അത് ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമിന്റെ സ്റ്റാറ്റസും അതിനനുസരിച്ചും അവരുടെ ട്രേഡ് ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റിയെ അത് ബാധിക്കും. ഓക്കെ. Then trade credit mostly granted on open account basis. In this case, supplier send a goods to the buyer for the payment to receive future as per the terms of sales invoice. It may also take the form of bills payable. In this case, the buyer signs bill of exchange payable on a specific future date. നമ്മൾ സാധാരണ നടക്കുന്ന കാര്യം, ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ നമ്മൾ റോ മെറ്റീരിയൽ ഒരു സപ്ലയർ വാങ്ങുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കടത്തിലാണ്, നമ്മൾ ട്രേഡ് ക്രെഡിറ്റിലാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ ഒരു ബില്ല് തയ്യാറാക്കും. ദാറ്റ് ബിൽ ഈസ് കോൾഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ആ ബില്ലാണ് അവർ തയ്യാറാക്കുകയും നമ്മളോട് സൈൻ വാങ്ങിയിട്ട് അവരത് കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ബില്ല് കൊടുക്കുന്നതുകൊണ്ട് അത് ബിൽസ് പേയബിൾ എന്ന് പറയും, നമ്മുടെ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ക്രെഡിറ്റ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ബിൽസ് പേയബിൾ ഉണ്ടാകുന്നത്. അങ്ങനെ അത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിലേക്ക് നമ്മൾ ഈ എമൗണ്ട് നൽകും എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് അതിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇവിടുത്തെ ബിൽസ് പേയബിൾ ആണ്, നമ്മൾ പേ ചെയ്യേണ്ടതാണ്, ബിൽസ് പേയബിൾ. അപ്പോൾ അത് ഈ പറയുന്ന സപ്ലയർ കീപ്പ് ചെയ്യുകയും ആ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മളത് അവർക്ക് ആ എമൗണ്ട് കൊടുക്കുകയും ചെയ്യാം. അതിൽ നമ്മുടെ ഈ പറയുന്ന ഡ്രോയിയുടെയൊക്കെ പിന്നെ സൈനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ബില്ല് കീപ്പ് ചെയ്യുന്നത്. നമ്മളത് അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ബിൽസ് പേയബിൾ ഉണ്ടാകുന്നത്. ദെൻ സെക്കൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അക്രൂഡ് എക്സ്പെൻസ്. അക്രൂഡ് എക്സ്പെൻസ് നമ്മൾ സാധാരണ നമുക്കറിയാം, എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ദ എക്സ്പെൻസ് വിച്ച് ഹാവ് ബിക്കം ഡ്യൂ ബട്ട് നോട്ട് യെറ്റ് പെയ്ഡ്. നമ്മൾ എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായി, നമ്മൾ എക്സ്പെൻസ് നമ്മൾ അതിന്റെ എന്താ പറയുക ബെനിഫിറ്റ് നമ്മൾ എൻജോയ് ചെയ്തു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, എക്സ്പെൻസ് കൊടുത്തിട്ടില്ല. അത് നമുക്കൊരു സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ആ ഫണ്ട് നമുക്ക് ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ അത് ദിസ് സിംപ്ലി റിഫേഴ്സ് ടു ദ ലയബിലിറ്റി ഫോർ ദ സർവീസ് ഓൾറെഡി റിസീവ്ഡ്. ദ ക്ലാസിക് എക്സാമ്പിൾസ് ആർ സാലറി, വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ് എക്സെട്ര. ഇത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇത് സിംപ്ലി ദ ലയബിലിറ്റി ഫോർ ദ സർവീസ് ഓൾറെഡി റിസീവ്ഡ്.
അക്രൂഡ് എക്സ്പെൻസ് പറഞ്ഞാൽ ലാബിലിറ്റി ഫോർ ദ സർവീസ് ഓൾറെഡി റിസീവ്ഡ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെടുത്തി സർവീസ് നമ്മൾ എൻജോയ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വർക്കേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യിച്ചു, ഒരു മാസത്തേക്ക് വർക്ക് ചെയ്യിച്ച് അവരുടെ ആ വർക്ക് നമ്മൾ ഓർഗനൈസേഷനിലേക്ക് ലഭിക്കുകയും ആ ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു എന്താ പറയേണ്ട ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. വേജ്, റെന്റ്. ഇപ്പൊ റെന്റ് നമ്മളൊരു വാടകക്കാണ് ഒരു കെട്ടിടത്തിലുള്ളതെങ്കിൽ നമ്മൾ വാടക ആദ്യം തന്നെ അല്ല കൊടുക്കുന്നത്. നമ്മളത് ആ ഒരു മാസത്തേക്ക് ആ ഒരു എന്താ പറയുക ബിൽഡിംഗ് നമ്മൾ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നമ്മൾ അതിന്റെ ബെനിഫിറ്റ് നമ്മൾ ആസ്വദിച്ചതിന് ശേഷമാണ് നമ്മൾ റെന്റ് കൊടുക്കുന്നത്. അതിനെയാണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. In this case, rent and electricity service are received first and payment generally made at the end of the month. Wages and salary usually paid in monthly or weekly basis. അപ്പോൾ ഇത് തന്നെയാണ് അവിടെയും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ അതിനെയാണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മളത് എൻജോയ് ചെയ്യുകയും പിന്നീട് അത് പേ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് അക്രൂഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടാമത്തെ ഒരു സ്പോണ്ടേനിയസ് സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡെഫേർഡ് ഇൻകം. ഡെഫേർഡ് ഇൻകം അടുത്ത സ്പോണ്ടേനിയസ് സോഴ്സ് ആണ്. ഡെഫേർഡ് ഇൻകം എന്താ നോക്കാം. ഡെഫേർഡ് ഇൻകം ആർ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഫോർ സപ്ലൈങ് ഗുഡ്സ് ഓർ സർവീസ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഫോർ സപ്ലൈങ് ഗുഡ്സ് ഓർ സർവീസസ്. നമ്മൾ ഒരു സാധനമോ ഒരു സേവനമോ മറ്റൊരാൾക്ക് നൽകുന്നതിന് മുമ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എമൗണ്ട് നമ്മൾ കൈപ്പറ്റുകയാണെങ്കിൽ അതിനെയാണ് ഡെഫേർഡ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ അത് നമുക്കൊരു സോഴ്സ് ഓഫ് ഫണ്ടാണ്, ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്, സ്പോണ്ടേനിയസ്ലി വരുന്ന ഫണ്ടാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത്ര ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഈ പ്രോഡക്റ്റ് ഇത്ര എണ്ണം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുന്നു, പിന്നീട് അവർക്ക് ആ പ്രോഡക്റ്റ് കൊടുക്കുന്നു. അതൊരു ഡെഫേർഡ് ഇൻകത്തിന് എക്സാമ്പിളാണ്. They represent the fund received by a firm which has to supply the goods or service in future. The income received in advance, of course, improve liquidity of the firm. Thus, the deferred income constitute an important source of short-term finance. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോർട്ട് ടേം ഫിനാൻസിന്റെ സോഴ്സ് ആയിട്ടാണ് നമുക്ക് ഇത് മാറുന്നത്. ഓക്കെ, ഇത്രയുമാണ് സ്പോണ്ടേനിയസ് സോഴ്സ് ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒന്ന് ട്രേഡ് ക്രെഡിറ്റ്, അക്രൂഡ് എക്സ്പെൻസ്, ഡെഫേർഡ് ഇൻകം. ദെൻ നെക്സ്റ്റ് ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ്, ഷോർട്ട് ടേം ഫിനാൻസ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് ക്യാഷ് ക്രെഡിറ്റ്. ക്യാഷ് ക്രെഡിറ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വളരെ സിമ്പിളായ ടേമാണ്. ക്യാഷ് ക്രെഡിറ്റ് ഈസ് ദ കോമൺ ഫോം ഓഫ് ഫിനാൻസിങ് ഓർ മീറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. ഒരു ഓർഗനൈസേഷന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. ക്യാഷ് ക്രെഡിറ്റ് ആണ്. ബാങ്ക് കൺസിഡർ ദ ഫേം സെയിൽസ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാൻസ് ടു സാങ്ഷൻ എ പർട്ടിക്കുലർ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്. ദി ലിമിറ്റ് ഈസ് കോൾഡ് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ അവരുടെ പ്രൊഡക്ഷൻ പ്ലാനും അവരുടെ സെയിൽസും ഫേമിന്റെ സെയിൽസും പ്രൊഡക്ഷൻ പ്ലാനും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് ഒരു ഒരു വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ് ഫിക്സ് ചെയ്യും. ആ വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് ക്രെഡിറ്റ് നൽകുകയും ചെയ്യും. During the period of credit, the borrower can withdraw, repay and again draw amount within the sanctioned limit. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ബാങ്കിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടാകും നമ്മൾ ഈ ഫണ്ട് വിഡ്രോ ചെയ്യാനും പിന്നെ വിഡ്രോ ചെയ്ത് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ റീപേ ചെയ്യാനും വീണ്ടും നമുക്കത് വിഡ്രോ ചെയ്യാനും നമുക്ക് അത് അങ്ങനെ ഒരു ഫെസിലിറ്റി ബാങ്ക് നമുക്ക് നൽകുകയും ചെയ്യും. അതിനെയാണ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Thus, cash credit refers to an arrangement whereby the bank allow a borrower to draw money from time to time within a specific limit. The cash credit facility is guaranteed against the pledge of hypothecation of stock or pledge of marketable instrument, etc. or personal security. അപ്പോൾ ഇങ്ങനെ ഒരു ബാങ്ക് ഈ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് അത് അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ ലിമിറ്റ്, ക്യാഷ് ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട്. അതിന്റെ ബേസിൽ ആ ലിമിറ്റിനനുസരിച്ചുള്ള എമൗണ്ട് കൊടുക്കും. അത് ആ ഓരോ സമയത്തിന് അവർ ഉപയോഗിച്ച് തിരിച്ചടക്കും, വീണ്ടും അത് എടുക്കണം, വീണ്ടും എടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് കൊടുക്കുന്നത് അതിന്റെ ബേസിലാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിന്റെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റബിൾ ഇൻസ്ട്രുമെന്റിന്റെ ബേസിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ പേഴ്സണൽ സെക്യൂരിറ്റിയുടെ ബേസിലായിരിക്കും ഇത്തരത്തിൽ ബാങ്ക് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒരു ഓർഗനൈസേഷന് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ലോൺ. അടുത്ത ലോൺ അത് വളരെ സിമ്പിളാണ്. എന്തായാലും നമ്മൾ സാധാരണ ലോൺ കൊടുക്കാറില്ലേ, അതുപോലെ ഓർഗനൈസേഷന് ഷോർട്ട് ടേം ലോണുകൾ കൊടുക്കുന്നു. പിന്നെ ബാങ്ക് മേക്ക് ആൻ അഡ്വാൻസ് ലംസം എഗൻസ്റ്റ് സം സെക്യൂരിറ്റീസ് നോൺ ആസ് ലോൺ. ചില സെക്യൂരിറ്റി വാങ്ങിക്കൊണ്ട് ബാങ്ക് ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടി ലോൺ കൊടുക്കുന്നതിനെയാണ് ലോൺസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ്
loan specified amount is sanctioned to the customer, the entire loan amount is paid to the borrower either in cash or by credit to his account. ഇങ്ങനെ ലോൺ പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അത് ക്യാഷ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ലോൺ മേ ബി റീപേയബിൾ ലംസം ഓർ ഇൻസ്റ്റാൾമെന്റ്. ഈ ലോൺ വേണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവുക ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാം, അതല്ലെങ്കിൽ എൻ്റയർ എമൗണ്ടും ഈ പറഞ്ഞ ഒരു ഷോർട്ട് ടേം പീരീഡിലേക്ക് അടച്ചു തീർക്കുകയും ചെയ്യാം. ദ നെക്സ്റ്റ് വൺ ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത സോഴ്സ് എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Overdraft refers to an arrangement whereby the bank allow a customer to overdraw from their current account with a specified limit. ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ട് നമ്മളെ ബാങ്കിലുണ്ടെന്ന് വിചാരിക്കാം. നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കിലുണ്ട്. അവിടെ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ ഒരു 10,000 റുപ്പീസ് ഉണ്ടെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമുക്ക് 15,000 റുപ്പീസ് ആവശ്യമുണ്ട്, 15,000 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 15,000 രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം. അതിനെയാണ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതിനാണ് അതിനെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് കറണ്ട് അക്കൗണ്ടുള്ള നമ്മുടെ സാധാരണ രീതിയിൽ ബിസിനസ്മാനൊക്കെ കറണ്ട് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുക. എന്തുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ ഡേ ടു ഡേ നമ്മൾ ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യും, അതുപോലെ തന്നെ വിഡ്രോ ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും, വിഡ്രോ ചെയ്യും. അതുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ദിസ് ഇസ് എ ടെമ്പററി അറേഞ്ച്മെന്റ്. ഇതൊരു ടെമ്പററി അറേഞ്ച്മെന്റ് മാത്രമാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കും ഈ പറഞ്ഞ ബിസിനസ്സും തമ്മിലുള്ള ഒരു ടെമ്പററി അറേഞ്ച്മെന്റ് ആണ് ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഗ്രാൻഡഡ് അഗൈൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് അസെറ്റ് ഓർ പേഴ്സണൽ സെക്യൂരിറ്റി ഇൻ കേസ് ഓഫ് ക്യാഷ് ക്രെഡിറ്റ്. ഇൻട്രസ്റ്റ് ഇസ് ചാർജ്ഡ് ഓൺ ദ എമൗണ്ട് യൂട്ടിലൈസ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കുന്നത് ബാങ്ക് ചില സെക്യൂരിറ്റി ബേസിലാണ്. നമ്മൾ ബാങ്കും ഓർഗനൈസേഷൻ തമ്മിലുള്ള ചില അറേഞ്ച്മെന്റിന്റെ ബേസിലാണ് അങ്ങനെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിന് അവരൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ഓവർ ഡ്രാഫ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ബാങ്ക് ക്രെഡിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് അടുത്ത് പർച്ചേസിംഗ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല്. ആ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് അറിയുന്ന കാര്യമാണ്. പർച്ചേസിംഗ് ആൻഡ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്താണെന്നുള്ളത്, ബില്ല് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ബാങ്ക് ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ബില്ല് പർച്ചേസ് ചെയ്യുകയും അത് ഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യും. When a goods are sold on credit, the supplier generally draw a bill of exchange upon customer who are required to accept the same. The term of such bill of exchange may be 3 to 6 months. Instead of holding a bill till the date of maturity, the company generally prefer to get them discounted with the bank. Discounting of bill of exchange refers to the act of selling of bill obtain a payment for before it maturity. അപ്പോൾ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഇതുമായിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനം നമ്മൾ ഒരു കസ്റ്റമറിന് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ കടത്തിലാണ് സാധനം വിൽക്കുന്നതായിരിക്കുക. അപ്പോൾ ആ കസ്റ്റമർ നമ്മളൊരു ഡെപ്റ്റർ ആയല്ലോ. ഇനി അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് അവരിൽ നിന്ന് നമ്മൾ ഒരു റിട്ടേൺ ഡോക്യുമെന്റിൽ വാലിഡായ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയ അല്ലെങ്കിൽ കോർട്ട് ഫീ ഒക്കെ ഉള്ള വാലിഡായ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ഒരു ബില്ല് തയ്യാറാക്കുകയും അതിനൊരു ഫോർമാറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ +1 അല്ല +2 ക്ലാസ്സുകളിൽ പഠിച്ചാണ്. അതിൽ ബില്ല് തയ്യാറാക്കുകയും നമ്മൾ ബില്ല് തയ്യാറാക്കിയിട്ട് നമ്മൾ ആ പറയുന്ന ആ കസ്റ്റമറിൽ നിന്ന് അവരുടെ സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഈ പറഞ്ഞ 3 or 6 months കാലാവധി കൊടുത്തുകൊണ്ട് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ട് ആ ബില്ല് നമ്മൾ ഉറപ്പിന് വേണ്ടി നമ്മളെ കയ്യിൽ വെക്കും. അങ്ങനെ ബില്ല് അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് നമ്മളെ കയ്യിൽ വെക്കുന്നതുകൊണ്ടാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇനി ആ ബില്ല് നമുക്ക് ഒരു റിട്ടേൺ എവിഡൻസ് ആണ്, അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആണ്, അത് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 10,000 ബില്ലാണെങ്കിൽ ആ 10th ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അത് 10,000 ആണെങ്കിൽ ആ ബില്ലിന് 10,000 വാലിഡിറ്റി ഉണ്ട്. നമുക്ക് ആ 10,000 ഈ ബില്ല് വേണമെങ്കിൽ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്യാനും വേണ്ടി പറ്റും. ഇനി ഇത്തരത്തിലുള്ള ബില്ലിന് 3 തരത്തിലുള്ള ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്ന്, ആ ബില്ല് നമുക്ക് ഈ പറഞ്ഞ 6 മാസ കാലാവധിയാണ് വെച്ചാൽ 6 മാസക്കാലം നമ്മളെ കയ്യിൽ തന്നെ വെക്കാൻ വേണമെങ്കിൽ. ഓക്കെ, മെച്യൂരിറ്റി ആവും വരെ അത് വെച്ചിട്ട് ആ ബില്ല് 6 മാസം കഴിയുമ്പോൾ അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണം? ആ കസ്റ്റമർ ആ എമൗണ്ട് നമുക്ക് തരണം. നമ്മൾ ബില്ല് അവിടേക്ക് 6 മാസം ആകുമ്പോൾ ക്യാൻസൽ ആകുകയും ആ ബില്ലിന്റെ എമൗണ്ട് കസ്റ്റമർ നമുക്ക് തരികയും ചെയ്യും. ഒന്നുകിൽ അതൊന്ന് മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മളെ കയ്യിൽ തന്നെ വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ ബില്ല് എന്ത് ചെയ്യാം? ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 6 മാസം കാത്തിരുന്നാലേ നമുക്ക് 10,000 രൂപ കിട്ടും. പക്ഷെ നമുക്ക് അടുത്ത മാസം തന്നെ 10,000 രൂപ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ബില്ല് കൊണ്ടുപോയിട്ട് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യും. അപ്പോൾ അതിൽ 10,000 കിട്ടില്ല, അതിൽ കുറച്ച് എമൗണ്ട് ബാങ്ക് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് തരികയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് നമുക്ക് ആ സമയത്ത് തന്നെ അവൈലബിൾ ആവുകയും ചെയ്യും.
പിന്നീട് മെച്യൂരിറ്റി ആവുമ്പോൾ ഈ പറയുന്ന കസ്റ്റമർ ആരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, ബാങ്കുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ബാങ്കിന് ആ 10,000 രൂപ കിട്ടുകയും ചെയ്യും, നമ്മൾക്ക് ആ 10,000-ൽ കുറച്ച് കുറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് നേരത്തെ തന്നെ കിട്ടുകയും ചെയ്യും. അതാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കേസ് ഉള്ളത്, ഇതിന്റെ സാധ്യത ഉള്ളത്, നമ്മൾ ആ ബില്ല് വേണമെങ്കിൽ നമ്മൾ വേറെ ആയിരിക്കെങ്കിലും നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, അത് ബിസിനസ് വേറെ ഏതെങ്കിലും പേഴ്സൺ, ദാറ്റ് മീൻസ് ക്രെഡിറ്റേഴ്സിന് എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ എമൗണ്ടിന് പകരമായിട്ട് ഈ ബില്ല് വേണമെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷനാണ് ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഇത്തരത്തിലൊരു ബില്ല് ഉണ്ടായാൽ നമ്മൾ ആ ബില്ല് എന്ത് ചെയ്യുന്നു, ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് തരും. പിന്നീട് ബാങ്കും ആ കസ്റ്റമറുമായിട്ടാണ് ഡീലിംഗ്, ആ എൻ്റയർ എമൗണ്ട് ബാങ്കിലേക്ക് പോവുകയും ചെയ്യും. അതിനെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ അത്രയാണത് ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം സോഴ്സ് ആണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ്, ബാങ്ക് ക്രെഡിറ്റിൽ പെടുന്ന ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ്. ദെൻ ബാങ്ക് ക്രെഡിറ്റിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്താണ് നോക്കാം. എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇസ് ദ ഗ്യാരണ്ടി പ്രൊവൈഡഡ് ബൈ ദ ബയർ bank to the seller that in case of default or failure of the buyer, the bank shall make the payment to seller. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ബയറെ സംബന്ധിച്ചാൽ, ഒരു ബയർക്ക് ഒരു ബാങ്കുമായിട്ട് ഒരു ബാങ്കുമായിട്ട് ബന്ധമുണ്ടാവും, അവരൊരു ബാങ്ക് ഉണ്ടാവുമല്ലോ, ആ ബാങ്ക് ഈ ബയറുമായി ബന്ധപ്പെടുത്ത ഈ പറയുന്ന സെല്ലർ ഉണ്ടാവും. സെല്ലറിൽ നിന്ന് ബയർ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിസിനസ് നമ്മുടെ സപ്ലയറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കടത്തിൽ കുറേ ഗുഡ്സ് അല്ലെങ്കിൽ കുറേ റോ മെറ്റീരിയൽ വാങ്ങും. അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ ഒരു ഇടനിലക്കാരനായിട്ട് നമ്മളെ ബാങ്ക് അവിടെ പ്രവർത്തിക്കുന്നു. എന്താ പറയുന്നത്, ഇൻ കേസ് ഈ വാങ്ങിയ ബയ്യർ നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് ആര് പേ ചെയ്യും, ബാങ്ക് പേ ചെയ്യും എന്നുള്ള ഒരു ലെറ്റർ ഓഫ് അതിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബയറിന്റെ ഒരു ഇടനിലക്കാരനായിട്ട് ആര്, ബാങ്ക് പ്രവർത്തിക്കുകയും ഇനി ഈ പറയുന്ന സെല്ലർക്ക് ബയർ കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലറോ ഡിഫോൾട്ടോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ സെക്യൂരിറ്റി ആയിട്ട് ആ ബാങ്ക് ആ എമൗണ്ട് സെല്ലർക്ക് പേ ചെയ്യുകയും ചെയ്യും. അതിനെയാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Thus, the purpose of letter of credit is that the payment is assured by the bank to the supplier of goods and services. അപ്പോൾ ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് ബാങ്ക് ആർക്ക്, ഈ പറയുന്ന സപ്ലയർക്ക് അവരുടെ സാധന സേവനങ്ങൾ നൽകുന്നതിന് ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് ഇവിടെ ആര് ചെയ്യുന്നത്, ബാങ്ക് ചെയ്യുന്നത്. ഹിയർ റെസ്പോൺസിബിലിറ്റി ഫോർ പേയ്മെന്റ് ഈസ് അസ്യൂംഡ് ബൈ ദ ബാങ്ക്. അപ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റി ബാങ്കിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറുകയും ഇൻ കേസ് ബയർ കൊടുത്തില്ലെങ്കിൽ അത് ആര് കൊടുക്കേണ്ടി വരും, ബാങ്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണത്. ദെൻ അതർ സോഴ്സസ്. ഇനി അതർ സോഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അതർ സോഴ്സസിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഒന്നാമത്തത് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. ഇത് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അത് ഏകദേശം എല്ലാ സോഴ്സും ഒരേ തരത്തിലുള്ളത് തന്നെയാണ്. ഓക്കെ, അതർ സോഴ്സിൽ നമുക്ക് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ. ഇതെന്താ പറയുന്നത്, പേരിൽ തന്നെ ഉണ്ട്. സം ബിസിനസ് ഹൗസസ് ഗെറ്റ് അഡ്വാൻസ് ഫ്രം ദെയർ കസ്റ്റമേഴ്സ് അഗെയിൻസ്റ്റ് അതേഴ്സ്. അപ്പോൾ ചില ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ കസ്റ്റമറിൽ നിന്ന് എന്ത് കിട്ടും, അഡ്വാൻസ് കിട്ടുകയും ചെയ്യും. ചില കസ്റ്റമറിൽ നിന്ന് അവർക്ക് അഡ്വാൻസ് കിട്ടുകയും ചെയ്യും. എങ്ങനെയാണ് കിട്ടുന്നത്, അത് ചില വലിയ ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ കസ്റ്റമറിൽ നിന്ന് ഈ പ്രോഡക്റ്റ് ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ അവരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങും. അതാണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്ന് പറയുന്നത്. അതായത് ഈ ഓർഗനൈസേഷന്റെ സാധന സേവനങ്ങൾ ഫ്യൂച്ചർ ഒരു പീരീഡിൽ ലഭിക്കുമെന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അതിന് നേരത്തെ പേയ്മെന്റ് വാങ്ങുന്നതിനെയാണ് അഡ്വാൻസ് ഫ്രം കസ്റ്റമർ എന്നത്. അതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ടാണ്. This is a short period and hence a short term source of finance. This is also known as cash before delivery. ഇതിനെ ക്യാഷ് ബിഫോർ ഡെലിവറി എന്നും പറയും. കാരണം എന്തുകൊണ്ടാ, ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് വാങ്ങുന്നു. The availability of advance from customers depends upon various factors such as type of goods, elasticity of demand and creditworthiness of supplier. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ഈ പറയുന്ന ഈ അഡ്വാൻസ് കസ്റ്റമറിൽ നിന്ന് വാങ്ങുമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വാങ്ങുമ്പോൾ ഈ പറയുന്ന കൊടുക്കുന്ന സോ മെനി ഫാക്ടേഴ്സ് ഡിപ്പെൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് സോ മെനി ഫാക്ടേഴ്സ് ഡിപ്പെൻസ് ചെയ്യുന്നുണ്ട്. എല്ലാ കേസിലും അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും അങ്ങനെ കൊടുക്കണം എന്നില്ല. അപ്പോൾ ചില ടൈപ്സ് ഓഫ് ഗുഡ്സിനെ അങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ ഡിമാൻഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുക. അതുപോലെ തന്നെ സപ്ലയറുടെ ക്രെഡിറ്റ് വർത്തിനെസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കസ്റ്റമർ അഡ്വാൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യാറ്. അടുത്ത അതർ സോഴ്സ് ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ്
നിങ്ങൾ നേരത്തെ കേട്ട ടേമാണ്. ഇതൊരു ഫിനാൻഷ്യൽ സർവീസാണ്. ഇതൊരു ഫിനാൻഷ്യൽ സർവീസാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നോക്കാം. ഫാക്ടറിംഗ് പ്രൊവൈഡ്സ് എ റിസോഴ്സസ് ടു ഫൈനാൻസ് റിസീവബിൾ. ഇറ്റ്സ് ഓൾസോ ഫെസിലിറ്റേറ്റ് ദ കളക്ഷൻ ഓഫ് റിസീവബിൾ. നമ്മുടെ ബിൽസ് റിസീവബിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സർവീസാണ് ഈ ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് സിംപ്ലി റിഫേഴ്സ് ടു സെല്ലിംഗ് ദ റിസീവബിൾ ബൈ ഫേം ടു അനദർ പാർട്ടി. നമ്മുടെ ഫേമിന് ഒരുപാട് തരത്തിലുള്ള റിസീവബിൾ ഉണ്ടാവും. അതൊരു കറണ്ട് അസറ്റാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, മറ്റൊരു പാർട്ടിക്ക്, അനദർ പാർട്ടി, ഒരു തേർഡ് പാർട്ടിക്ക് അതെന്ത് ചെയ്യും, സെല്ലിംഗ് നടത്തുന്നതിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അതായത് ആ എമൗണ്ടിന് പകരം ആ എമൗണ്ട് നേരത്തെ വാങ്ങുകയും അതിന് പകരം ആ റിസീവബിൾ തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുകയും ചെയ്യും. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ആ റിസീവബിളിന്റെ കളക്ഷനൊക്കെ അവർ നടത്തിക്കോളും. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഫിനാൻസ് ഫേമിന് ലഭിക്കുകയും ചെയ്യും. ദ ബയർ ഓഫ് ദ റിസീവബിൾ ഈസ് കോൾഡ് എ ഫാക്ടർ. ഈ റിസീവബിളിലുള്ള ബയറിനെയാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ദ ഫാക്ടറിംഗ് റിഫേഴ്സ് ടു ദ എഗ്രിമെന്റ് ഇൻ വിച്ച് ദ റിസീവബിൾസ് ആർ സോൾഡ് ബൈ എ ഫേം, ദാറ്റ് മീൻസ് ക്ലയന്റ്, ടു ദ ഫാക്ടർ, ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്ററി. അപ്പോൾ ഈ പറയുന്ന ഒരു ഫേം ആയിരിക്കും ക്ലയന്റ് എന്ന് പറയുന്നത്. ഈ റിസീവബിൾ വാങ്ങുന്ന ബയറെ ഫാക്ടർ എന്നും പറയും. അപ്പോൾ ഈ ഫേം അവരുടെ റിസീവബിൾസ് ആര് കൊടുക്കും, ഈ പറഞ്ഞ തേർഡ് പാർട്ടീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസിന് കൊടുക്കും. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. എ ഫാക്ടർ ക്യാൻ ബി എ കൊമേഴ്സ്യൽ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ കമ്പനി. ഈ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുന്ന ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനദർ തേർഡ് പാർട്ടി എന്ന് പറയുന്നവർ ഒന്നുകിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫിനാൻസ് കമ്പനി ആയിരിക്കും. അപ്പോൾ വെൻ എ റിസീവബിൾ ആർ ഫാക്ടേർഡ്, ദ ഫാക്ടർ ടേക്സ് പൊസഷൻ ഓഫ് ദ റിസീവബിൾ ആൻഡ് ജനറലി ബിക്കം റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്സ് കളക്ഷൻ. ഇറ്റ്സ് ഓൾസോ അണ്ടർടേക്ക് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ, സെയിൽസ്, അക്കൗണ്ടിങ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടർ മറ്റുള്ള ഫേമിന്റെ അവരുടെ റിസീവബിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്കായിരിക്കും ആ റിസീവബിളിന്റെ പൊസഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ള അതുമായി റിസീവബിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ കളക്ഷനൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും, ഈ ഫാക്ടറുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻസ് കമ്പനിയുടെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിന്റെ എന്തായിട്ട് മാറും, റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. Then thus factoring may be defined as a selling the receivable of a firm at a discount to financial organization. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫാക്ടറിംഗ് എന്ന് പറയുന്നത് റിസീവബിൾ സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. എവിടുന്നാണ്, എ ഫേം ടു എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, ദാറ്റ് മീൻസ് ഫാക്ടർ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അവരുടെ റിസീവുകൾ മറ്റൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടർക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഓർഗനൈസേഷന് സെയിൽ നടത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് ഫാക്ടർക്കുള്ള ഗുണം? ഫാക്ടർ അതിൽ നിന്നൊരു ഡിസ്കൗണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കും, ഈ പറഞ്ഞ സെല്ല് ചെയ്യുന്ന ഫേമിന് കൊടുക്കുകയും പിന്നീട് ആ റിസീവറിന്റെ പൊസഷൻ ആ ഫാക്ടർക്ക് വരികയും അവർ പിന്നീട് ആ എമൗണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യും. The cash from the sale of receivable provides finance to the selling company. ഈ റിസീവബിളുമായി ബന്ധപ്പെടുത്തില്ല ആ സെയിൽ നടത്തുമ്പോൾ അതിനൊരു എമൗണ്ട് നിശ്ചയിക്കുകയും ആ എമൗണ്ട് ഈ പറയുന്ന സെല്ലിംഗ് കമ്പനിക്ക്, ക്ലയന്റിന് ഈ ഫാക്ടർ കൊടുക്കുകയും ചെയ്യും. ഔട്ട് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേസ് വാല്യൂ ഓഫ് റിസീവബിൾ ആൻഡ് വാട്ട് ദ ഫാക്ടർ പേ ദ സെല്ലിംഗ് കമ്പനി, ഇറ്റ് മീറ്റ്സ് ഇറ്റ്സ് എക്സ്പെൻസ് എക്സെട്ര, ദ ബാലൻസ് പ്രോഫിറ്റ് ഓഫ് ദ ഫാക്ടർ ഫോർ ദ ഫാക്ടറിംഗ് സർവീസ്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള കമ്പനിയുടെ റിസീവബിൾ വാങ്ങുകയും അതിനൊരു തുക നിശ്ചയിക്കുകയും അതുമായിട്ട് ഫാക്ടറിംഗ് പ്രോസസ്സിൽ ഒരുപാട് ചെലവുകളുണ്ട്. അതൊക്കെ നിശ്ചയിച്ച ശേഷം ഒരു എമൗണ്ട് ഈ പറയുന്ന ക്ലയന്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നീട് ആ ഒരു റിസീവബിളിന്റെ പ്രൊസഷനിലൊക്കെ അവരുടെ കയ്യിലാണ്. പിന്നീട് അവരത് പറയുന്നവരിൽ നിന്ന് കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് എമൗണ്ട് വരും. അതായത് ഈ ക്ലയന്റിന് കൊടുത്ത എമൗണ്ടും അതുപോലെ തന്നെ കളക്ട് ചെയ്യുമ്പോൾ എമൗണ്ടും, ക്ലയന്റിന് കൊടുത്ത എമൗണ്ടും അതുപോലെ തന്നെ എക്സ്പെൻസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു എമൗണ്ട് ആവും. അതും ഈ പറയുന്ന അവസാനം കിട്ടുന്ന ആ ഒരു റിസീവബിളിൽ കിട്ടുന്ന ആക്ച്വൽ എമൗണ്ട്, അത് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തും. അപ്പോൾ അവിടെ ആക്ച്വൽ എമൗണ്ട് കൂടുതലായിരിക്കും. ആ എമൗണ്ടിനെയാണ് ഫാക്ടറിംഗ് സർവീസസിനുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓഫ് ദ ഫാക്ടർ ഫോർ ദ ഫാക്ടറിംഗ് സർവീസസ് എന്ന് പറയുന്നത്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു ഫേം അവരുടെ റിസീവബിൾ മറ്റൊരു തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറ്റിക്ക് സെയിൽ നടത്തുന്നു. അതുവഴി അവർ ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഷോർട്ട് ടേം സോഴ്സസ് ആയിട്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഈ ഫാക്ടർ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ആ ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. ദെൻ അതർ സോഴ്സസിൽ മറ്റൊരു തരത്തിലുള്ളതാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഫെമിലിയർ ആയ ഒരു ടേമാണ്. കമ്പനീസ് ഓൾസോ ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിൽ നിന്നും കമ്പനിക്ക് എന്ത് സ്വീകരിക്കാം? ഡെപ്പോസിറ്റ്, ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഒക്കെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്.
Public deposit raised by the company by inviting their shareholders, employees and general public to deposit their savings with the company. അതായത് ഈ അവരുടെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും അതുപോലെ അവരുടെ എംപ്ലോയീസിൽ നിന്നും ജനറൽ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് കമ്പനിക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിനെയാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഷോർട്ട് ടേം സോഴ്സ് ആണ്. അതർ സോഴ്സിലാണ് ഇത് പെടുന്നത്. ദ മാക്സിമം പീരീഡ് അലൗഡ് ഫോർ എ പബ്ലിക് ഡെപ്പോസിറ്റ് 36 months ആൻഡ് ദ മിനിമം പീരീഡ് ഓഫ് 6 months. 6 മാസവും അതുപോലെ തന്നെ 36 മാസവുമാണ് അതിന്റെ മാക്സിമം മിനിമമായ പീരീഡ് എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ്. ദസ് പബ്ലിക് ഡെപ്പോസിറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ എ കമ്പനി ടു മീറ്റ് ദർ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻഷ്യൽ നീഡ്സ്. അപ്പോൾ അവരുടെ ഷോർട്ട് ടേമും മീഡിയം ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ ഒരു കമ്പനി പബ്ലിക് ഡെപ്പോസിറ്റ് റൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കൊമേഴ്സ്യൽ പേപ്പേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദിസ് ഈസ് എ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മാർക്കറ്റ് 1989-90. 1989 അല്ലെങ്കിൽ 90 കാലഘട്ടത്തിലാണ് ഈ ഒരു കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് വന്നിട്ടുള്ളത്. ഇത് പ്രകാരം കമ്പനീസിന് അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ ഫിനാൻസ് പേപ്പർ ലൈക്ക് എ ട്രഷറി ബിൽ. ട്രഷറി ബില്ല് പോലത്തെ ഒരു പേപ്പറാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. Commercial paper is the unsecured promissory note issued by the firm to raise short term fund. അവർക്ക് ഷോർട്ട് ടേം ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൺസെക്യൂർഡ് പ്രൊമിസറി നോട്ടാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്ന കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അതുവഴി അവർ ഷോർട്ട് ടേം ഫണ്ട് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇറ്റ് ഹാസ് എ ഫിക്സ്ഡ് മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം 3 to 6 months. ഇറ്റ് ഈസ് ജനറലി ഇഷ്യൂഡ് ബൈ ലീഡിംഗ് നാഷണലി റെപ്യൂട്ടഡ് ക്രെഡിറ്റ് വർത്തി ആൻഡ് ഹൈലി റേറ്റഡ് കോർപ്പറേഷൻ. അതായത് നല്ല ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നാഷണാലിറ്റി റെപ്യൂട്ടഡ് ആയ കമ്പനീസ് അല്ലെങ്കിൽ നല്ല ക്രെഡിറ്റ് വർത്തുള്ള കമ്പനീസ് ആണ് സാധാരണ രീതിയിൽ കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുക. ഒരു ഷോർട്ട് പീരീഡ് ആണ് ഇതിന്റെ 6 months ആണ് ഇതിന്റെ ഇത് റേഞ്ച് എന്ന് പറയുന്നത്, പീരീഡ് മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് തിരിച്ച് കമ്പനി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് ഒരു ഷോർട്ട് ടേം ഫണ്ട് റേസ് ചെയ്യാനുള്ള കമ്പനിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സോഴ്സ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. It is kept safe and highly liquid. It issues a bearer from and on discount. ഡിസ്കൗണ്ടിലേക്ക് ഇത് ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ പേപ്പർ ഓർ കോർപ്പറേറ്റ് പേപ്പർ. ഇത് ഇൻഡസ്ട്രിയൽ പേപ്പർ എന്നും കോർപ്പറേറ്റ് പേപ്പർ എന്നും പറയാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അടുത്താണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. With a view to give investors greater flexibility in the development of their short-term surplus fund, RBI permitted bank to issue certificate of deposit. അതായത് RBI ചില ബാങ്കിന് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നൽകിയിട്ടുണ്ട്. കാരണം എന്തിനാണ്? ഫ്ലെക്സിബിലിറ്റി ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദർ ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട്. അവരുടെ ഷോർട്ട് ടേം സർപ്ലസ് ഫണ്ട് ഇങ്ങനെ ബിസിനസ് ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് RBI പെർമിറ്റ് ചെയ്തിട്ടുണ്ട് ബാങ്കുകളെ. അതിനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. അവർ ഇൻട്രൊഡ്യൂസ് നേരത്തെ പറഞ്ഞ പോലെ 80-90 കാലഘട്ടത്തിലാണ് ഇതും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോം ഓഫ് പ്രൊമിസറി നോട്ട്. സാധാരണ പ്രൊമിസറി നോട്ട് പോലെ കൊമേഴ്സ്യൽ പേപ്പർ പോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇത്. ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് എഗൈൻസ്റ്റ് ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് ഓഫ് കമ്പനീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. അതായത് ഇവർ സാധാരണ ഇഷ്യൂ ചെയ്യുന്നത് ആർക്കാണ്? ഡെപ്പോസിറ്റ് ഓഫ് കമ്പനീസിനും ഇൻസ്റ്റിറ്റ്യൂഷനും ഇവർക്കൊക്കെയാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ പ്രൊമിസറി നോട്ട് പോലത്തെ ഒരു സാധനം ഇഷ്യൂ ചെയ്യുന്നത് ഷോർട്ട് ഫണ്ടിന് റൈസ് ചെയ്യാനുള്ള. സിംപ്ലി സ്റ്റേറ്റഡ്, ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡെപ്പോസിറ്റ് സ്പെസിഫിക് മെച്യൂരിറ്റി ആൻഡ് ഈസിലി ട്രാൻസ്ഫറബിൾ. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ടു ടൈം ഡെപ്പോസിറ്റ്. ഇതൊരു പറഞ്ഞതിന്റെ സ്പെസിഫിക് മെച്യൂരിറ്റി ഉള്ള ഒരു ഇതെന്താ പറയുക ടൈം ഡെപ്പോസിറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റ് ടൈറ്റിലും ടൈം ഡെപ്പോസിറ്റ് ഒക്കെ ഉള്ള ആ ഒരു പ്രൊമിസറി നോട്ട് പോലത്തെ മറ്റൊരു ഇത് ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഇഷ്യൂഡ് ആസ് എ ബിയർ ഇൻസ്ട്രുമെന്റ് ആൻഡ് നെഗോഷ്യബിൾ ഇൻ ദ മാർക്കറ്റ്. ഇറ്റ് ഈസ് പേയബിൾ ഓൺ ഫിക്സഡ് റേറ്റ്. ഫിക്സഡ് ഡേറ്റിലേക്ക് ഒരു മെച്യൂരിറ്റി പീരീഡ് ഒക്കെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇത് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം 3 to 12 months. 3 to 12 മാസം വരെയാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് സാധാരണ രീതിയിൽ ഉള്ളത്. ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ അടുത്ത അതർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും. ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. എ കമ്പനി ക്യാൻ ബോറോ ഫണ്ട് ഫ്രം അതർ കമ്പനീസ് വിച്ച് ഹാവ് എ സർപ്ലസ് ഫണ്ട് ഫോർ ടൈം ബീങ്. അതായത് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ, ബോറോ ഫണ്ട് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ചില കമ്പനി നല്ല സർപ്ലസ് ഉണ്ടാവും, അപ്പോൾ അവരുടെ ഫണ്ട് വേണമെങ്കിൽ മറ്റൊരു കമ്പനിക്ക് അവർക്ക് എന്താണ് ബോറോ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദാറ്റ് എ കമ്പനി വിച്ച് റിക്വയർ ഷോർട്ട് ടേം ഫണ്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം അനദർ കമ്പനി ഹാവിംഗ് എ സർപ്ലസ് ഫണ്ട്. ഒരു കമ്പനിക്ക് നല്ല രീതിയിലുള്ള സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ ആ കമ്പനിക്ക് മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ടേം ഫണ്ട് അതിൽ നിന്ന് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്.
ജനറലി ദീസ് ആർ അൺസെക്യൂർഡ് ആണ്, ഇത് അൺസെക്യൂർഡ് ആണ് ഇതിന്റെ ഫീച്ചർ. അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ എമൗണ്ട് ഇൻവോൾവ്ഡ് ആൻഡ് പീരീഡ് ഫോർ വിച്ച് എമൗണ്ട് ഈസ് റിക്വയർഡ്. അതായത് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ എമൗണ്ട് എത്രയാണുള്ളത്, അതുപോലെ തന്നെ ആ എമൗണ്ട് എത്ര കാലാവധിയാണ് കൊടുക്കുന്നത്, അതെല്ലാം നിശ്ചയിച്ചിട്ടായിരിക്കും ആ ഓരോ ഈ പറയുന്ന ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് നിശ്ചയിക്കുന്നത്. നോർമലി ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് ആസ് അറേഞ്ച്ഡ് ബൈ എ ഫിനാൻഷ്യർ ആണ് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ സോഴ്സ് ഓഫ് ഫണ്ടിൽ ഷോർട്ട് ടേം ഫണ്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞത് സോഴ്സ് ഓഫ് ഫിനാൻസ് രണ്ട് തരത്തിലാണ്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. അതിൽ വളരെ വിശദമായിട്ട് ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ലോങ് ടേം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു സ്പോണ്ടേനിയസ് ബാങ്ക് ക്രെഡിറ്റ് ആൻഡ് അതർ സോഴ്സ്. അതുപോലെ തന്നെ സ്പോണ്ടേനിയസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ട്രേഡ് ക്രെഡിറ്റ്, അക്കൗണ്ട് എക്സ്പെൻസ്, ഡെഫേർഡ് ഇൻകം. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റിൽ ബാങ്ക് ലോൺ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിംഗ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നീ തരങ്ങളിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതർ സോഴ്സിൽ അഡ്വാൻസ് ഫോർ കസ്റ്റമേഴ്സ്, ഫാക്ടറിംഗ്, പബ്ലിക് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ദെൻ ലാസ്റ്റ് വൺ ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസുമായി വീണ്ടും കാണാം.